ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചാൽ നമ്മുടെ നരച്ച മുടി വളരെ സേഫും ഈസിയുമായിട്ടുള്ള രീതിയിൽ എങ്ങനെ കറുപ്പിച്ചെടുക്കാം എന്നുള്ളതാണ്. നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. അതേപോലെ ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണിത്. നമ്മുടെ മുടിക്ക് യാതൊരു സൈഡ് എഫക്ട്സും വരാതെ നമ്മുടെ മുടിയുടെ സ്വാഭാവികമായിട്ടുള്ള കറുപ്പ് നിറം തന്നെയാണ് നമുക്ക് കിട്ടുന്നതും. പലരും പല രീതിയിലാണ് ഹെയർ ഡേ തയ്യാറാക്കുന്നത്. എന്നാൽ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. ആദ്യം തന്നെ ഞാനിപ്പോൾ 5 പേരയിലയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ നടുഭാഗത്തുള്ള ഈ ഒരു തണ്ട് നമുക്ക് മാറ്റി കൊടുക്കാം. മുടി വളരുവാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനായിട്ടും സഹായിക്കുന്ന ഒന്നാണ് പേരയില. പേരയിലയിൽ ധാരാളം വൈറ്റമിൻ സിയും അതേപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻസും എല്ലാം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് നമ്മുടെ അകാല നിര തടയുവാനായിട്ടും സഹായിക്കും. അപ്പോൾ ഇലകളെല്ലാം ഇതേപോലെ ചെറിയ പീസുകളാക്കി എടുക്കണം. എന്നിട്ട് ഇതെല്ലാം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇത് തിളപ്പിച്ചെടുക്കണം. ഇത് നല്ലതുപോലെ തിളപ്പിച്ച് നമ്മൾ എടുത്ത 1 ഗ്ലാസ് വെള്ളം എന്നത് 3/4 ഗ്ലാസ് വെള്ളമാക്കി വറ്റിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ പേരയിലയിലെ എല്ലാ ഗുണങ്ങളും ഈ ഒരു വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടുന്നതാണ്. അങ്ങനെ നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ലതുപോലെ തണുത്ത് വന്നതിന് ശേഷം ഇതൊരു അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുക്കാം. ഈ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് ഒരു ഹെയർ ടോണർ ആയിട്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു മാന്തള നാരങ്ങയുടെ തൊലിയാണ്. ഇതിപ്പോൾ ഒരു മാന്തള നാരങ്ങയുടെ തൊലിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. ഇത് നമുക്ക് അരച്ചെടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതേപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ അകാല നിര തടയുവാനായിട്ടും ഇത് സഹായിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. 3 തണ്ട് കറിവേപ്പിലയാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. കറിവേപ്പില നമ്മുടെ മുടി കറുപ്പിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒന്നാണ്. കറിവേപ്പില എടുക്കുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ പുറമേ നിന്ന് വാങ്ങുന്ന കറിവേപ്പിലയിൽ ധാരാളം കെമിക്കൽ അടിച്ചിട്ടുണ്ടാകും. അപ്പോൾ പുറമേ നിന്ന് വാങ്ങുന്ന കറിവേപ്പില ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാട്ടോ. ഇനി ഇത് രണ്ടും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രത്തോളം ഹെയർ ഡൈ ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇതിലേക്ക് എടുക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവിലും നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് തുളസിയിലയാണ്. നമ്മൾ ഹെയർ ഡേ ചെയ്യുന്ന സമയത്ത് നീരിറക്കം, ജലദോഷം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തുളസിയില ചേർക്കുന്നത്. തുളസിയിലയ്ക്ക് പകരം നമുക്ക് പനിക്കൂർക്കയില ചേർക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പേരയില വെള്ളം കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ അരയ്ക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടുന്നത്. എന്നിട്ട് ഇതിലേക്ക് നെല്ലിക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണോളം നെല്ലിക്കാപ്പൊടിയാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. നല്ല ബ്രാൻഡിൻ്റെ നെല്ലിക്കാപ്പൊടി തന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കണം. അതായത് ഒരുപാട് കെമിക്കൽ ഇല്ലാത്ത നെല്ലിക്കാപ്പൊടി തന്നെ നമ്മൾ ഇതിലേക്ക് എടുക്കണം. എന്നിട്ട് പേരയില വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. ഇനി നിങ്ങളുടെ അടുത്ത് നെല്ലിക്കാപ്പൊടി ഇല്ലെങ്കിൽ പച്ച നെല്ലിക്ക ചേർത്താലും മതി. അതായത് പച്ച നെല്ലിക്ക നന്നായിട്ട് അരച്ചിട്ട് ഇതിലേക്ക് ചേർത്താലും മതി. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ കുറച്ചും കൂടി പേരയില വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഇത് നമ്മൾ കുറച്ച് ലൂസായിട്ടാണ് തയ്യാറാക്കേണ്ടത്. കാരണം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോൾ ഇത് കുറച്ചും കൂടി തിക്കായിട്ട് വരും. അപ്പോൾ നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം. അങ്ങനെ ഇരുമ്പിൻ്റെ ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ട് 3-4 മിനിറ്റ് നേരം നമ്മളിത് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ഇത് മിക്സ് ചെയ്യും തോറും ഇത് ഡാർക്ക് കളറായിട്ട് വരുന്നുണ്ട്. ഇത് നന്നായിട്ട് ഏകദേശം 3-4 മിനിറ്റ് നേരം മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ വരുന്നതാണ്. ഇതിൽ നമ്മൾ നീലാമരിപ്പൊടിയോ അതേപോലെ തന്നെ മൈലാഞ്ചിപ്പൊടിയോ ഒന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല. നെല്ലിക്കാപ്പൊടി മാത്രമാണ് നമ്മളിതിൽ ചേർത്തിട്ടുള്ളത്. നമ്മൾ സാധാരണ ഹെന്ന ചെയ്യുമ്പോൾ തലേ ദിവസം തയ്യാറാക്കി വെച്ചിട്ട് നമ്മൾ പിറ്റേ ദിവസമാണ് അത് ഉപയോഗിക്കാറുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മൾ ഇതും ചെയ്യേണ്ടത്. അതായത് ഒരു ഓവർനൈറ്റ് നേരം ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നിട്ട് പിറ്റേ ദിവസമാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത്.
അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പോഴാണ് നമ്മുടെ ഹെയർ ഡേയുടെ കളറ് റിലീസ് ആവുള്ളൂ. അപ്പോഴാണ് നമ്മുടെ ഹെയർ ഡേ കുറച്ചും കൂടി ഇഫക്റ്റീവ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തപ്പോൾ തന്നെ ഇത് നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. അങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഹെയർ ഡേ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട്. നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഗ്ലൗസ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടോ വേണം നമ്മളിത് അപ്ലൈ ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ കൈ ഉപയോഗിച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ നഖത്തിൻ്റെ സൈഡിലെല്ലാം ഈ ഒരു കളറായി കഴിഞ്ഞാൽ അത് പോകാനായിട്ടും സമയമെടുക്കും. ഇത് നമ്മൾ ഒട്ടും തന്നെ എണ്ണമയമില്ലാത്ത മുടിയിലായിരിക്കണം അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് 2 മണിക്കൂറിന് ശേഷം മുടി കഴുകാവുന്നതാണ്. മുടി കഴുകാനായിട്ട് സോപ്പോ താളിയോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. സാധാ വെള്ളത്തിൽ നമുക്ക് കഴുകാവുന്നതാണ്. നമ്മൾ കെമിക്കൽ അടങ്ങിയിട്ടുള്ള ഹെയർ ഡേകൾ ഉപയോഗിക്കാതെ ഇതേപോലെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡേകൾ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ നരച്ച മുടികളും നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ കിട്ടുന്നതാണ്. അതുമാത്രമല്ല യാതൊരു വിധത്തിലുള്ള സൈഡ് എഫക്ട്സും നമ്മുടെ മുടിക്ക് ഉണ്ടാവില്ല. അപ്പോൾ ഈ ഒരു ഹെയർ ഡേ നമ്മൾ ചെയ്തിട്ട് പിറ്റേ ദിവസം നീലാമരിപ്പൊടി സാധാരണ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിൽ പിടിച്ച ആ ഒരു കളറ് കുറച്ചധികം നാൾ നിലനിൽക്കുന്നതാണ്. ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു ഹെയർ ഡേ ആണിത്. അപ്പോൾ നിങ്ങളും ഇതേപോലെ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. സോ താങ്ക് യു.